നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധിക്ക് മുന്നേ കോടതിയിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. 11:30യോടെയാണ് 6 പ്രതികളെയും കോടതിയിലെത്തിച്ചത്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയുടെ സംരക്ഷണ ചുമതല തനിക്കാണെന്ന് ഒന്നാം പ്രതിയായ പൾസർ സുനി എന്ന സുനിൽകുമാർ കോടതിയെ അറിയിച്ചു. ഭാവഭേദമൊന്നുമില്ലാതെയാണ് സുനിൽകുമാർ കോടതിയോട് സംസാരിച്ചത്. എന്നാൽ കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രണ്ടാം പ്രതി മാർട്ടിൻ കോടതിയിൽ നിന്നത്. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മാർട്ടിൻ ആവർത്തിച്ചു. താൻ നിരപരാധിയാണ്, തെറ്റു ചെയ്തിട്ടില്ല, ശിക്ഷയിൽ ഇളവ് വേണം, ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്നുവെന്നാണ് രണ്ടാം പ്രതി ഡ്രൈവർ മാർട്ടിന്റെ വാദം. കേസിൽ ആദ്യം അറസ്റ്റിലായത് ഡ്രൈവർ മാർട്ടിനാണ്. മൂന്നാം പ്രതി മണികണ്ഠൻ കോടതിയെ അറിയിച്ചത് മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ്. ഭാര്യയും മകളും മകനുമുണ്ടെന്നും തന്നോടും കുടുംബത്തോടും അലിവ് കാണിക്കണമെന്നും മണികണ്ഠൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. കുടുംബ പശ്ചാത്തലം പറഞ്ഞ് തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് നാലാം പ്രതി വിജീഷ് കോടതിക്ക് മുന്നിൽ പറഞ്ഞത്. താൻ തലശ്ശേരി സ്വദേശിയാണെന്നും തന്നെ കണ്ണൂർ ജയിലിൽ ഇടണമെന്നുമുള്ള ഒരാവശ്യം കൂടി വിജീഷ് കോടതിയോട് അഭ്യർത്ഥിച്ചു. കേസിലെ അഞ്ചാം പ്രതി വടിവാൾ സലീമും പറഞ്ഞത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ്. ഭാര്യയും 3 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട്. ആറാം പ്രതി പ്രദീപും കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ സംസാരിച്ചത്. എല്ലാ പ്രതികളും കുടുംബ പശ്ചാത്തലം പറഞ്ഞ് കോടതിയുടെ സഹതാപം തേടുവാനുള്ള ശ്രമമായിരുന്നു ഇന്ന് നടത്തിയത്. 6 പ്രതികളുടെയും ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പ്രതികളോട് സംസാരിച്ചതിനു ശേഷം പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വേണ്ടത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഗൂഢാലോചന തെളിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. യഥാർത്ഥ കുറ്റവാളി പൾസർ സുനി മാത്രമാണ്. മറ്റുള്ളവർ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്നും കോടതി വിലയിരുത്തി. പൾസർ സുനി മറ്റുള്ളവരെ പോലെയല്ല, അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. ഒരു സ്ത്രീയുടെ അന്തസ്സിന്റെ കാര്യമാണെന്നും കോടതി. മാധ്യമങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് ജഡ്ജ് ഹണി എം വർഗീസ് കോടതി നടപടികൾ ആരംഭിച്ചത്. കോടതിയുടെ അന്തസ് ഹനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകരുതെന്ന് ജഡ്ജ് ആവശ്യപ്പെട്ടു. അതിക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമേ മാക്സിമം ശിക്ഷ നൽകുവാൻ സാധിക്കൂ എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദം. ഇവിടെ അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ പരിഗണിക്കേണ്ടതില്ലേ എന്ന് കോടതി ചോദിച്ചു. സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും പ്രധാനമല്ലേ എന്നും കോടതി. അതിക്രൂര ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് സുനിയുടെ അഭിഭാഷകൻ ആവർത്തിച്ചപ്പോൾ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് കോട്ട് ചെയ്താണ് കോടതിയുടെ നിരീക്ഷണം. ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് കോട്ട് ചെയ്തപ്പോൾ അഭിഭാഷകന്റെ ആവശ്യം ഇത് നിർഭയ കേസ് പോലെയല്ല എന്നായിരുന്നു. എന്നാൽ കോടതി സുനിയുടെ അഭിഭാഷകനോട് നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ പരിഗണിക്കണം, അവർ നേരിട്ട അപമാനം പരിഗണിക്കണം, ഇതൊരു സ്ത്രീയുടെ അന്തസ്സിന്റെ കാര്യം മാത്രമാണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അഭിഭാഷകനെ തിരുത്തുവാനാണ് കോടതി ശ്രമിച്ചത്. എന്തായാലും വിധി അറിയുവാനുള്ള ആകാംക്ഷയിലാണ് കേരള സമൂഹം. ന്യൂസ് ഡെസ്ക് 24 മലയാളം.